നമ്മളൊരു 11 വർഷമായി സലൂണ് ഇവിടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലുള്ള ബ്രൈഡ്സിന് ഈ ഒരു സംഭവം ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈപ്പ് ചെയ്യുന്നത്. ഇത് സാരി റോളിംഗ് എന്നാണ് പറയുക. ചില ഷോപ്പുകാർ പറയും റോൾ ചെയ്ത് തരും എന്നൊക്കെ, പക്ഷേ അവർ റോൾ ചെയ്യുന്നൊന്നുമില്ല. റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇതുണ്ടാവുക. ഇത് പൊതുവേ ചെയ്യാൻ നമ്മൾ ഈ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുക്കുന്ന ഷോപ്സ് ഇല്ലേ, അവരാണ് ഇത് ചെയ്യുക. അവരുടെ അടുത്തുള്ള ആ ഒരു ഇങ്ങനെ നീളത്തിൽ പ്രസ് ചെയ്യുന്ന ഒരു അയൺ ഇത് വരുന്നില്ല, പ്രസ്സിങ് മെഷീൻ, അതിൽ ചെയ്യുമ്പോഴേ നമുക്കത് പ്രോപ്പറായിട്ട് വരുള്ളൂ. നമ്മൾ അയൺ ബോക്സ് കൊണ്ട് ചെയ്യുമ്പോൾ അത്ര പ്രോപ്പർ ആവില്ല. ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് പൈപ്പ് ഉണ്ട്, അതിൻ്റെ മേലെയാണ് ഈ സാരി മൊത്തത്തിൽ ഒറ്റ ഷീറ്റ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് റോൾ ചെയ്തിട്ടാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ മടക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതാകെ പിന്നെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് ഈ തലേ ദിവസം കൊണ്ട് കൊടുക്കുന്ന സാരി വരുന്നവർക്കാണ് പിന്നെ ഇതിലൊരു ഇഷ്യൂ വരിക. അതെന്താ വെച്ചാൽ അധികം കുട്ടികളും റോൾ ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം എന്നെ വിളിക്കും, ഇതിങ്ങനെ വടി പോലെയാണല്ലോ ഇരിക്കുന്നത്, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ബോക്സിൽ വെക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഇത് ഊരിയിട്ട് ജസ്റ്റ് മടക്കിയിട്ട് ബോക്സിലേക്ക് വെക്കുക. പിന്നെ പ്രസ് ചെയ്യൊന്നും ചെയ്യരുത്. പക്ഷെ അത് ചെയ്യാണ്ടിരിക്കാനാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതങ്ങനെ അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം. ചിലർക്ക് കസ്റ്റം അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വെക്കേണ്ടതും ഇങ്ങനെ തലയിൽ കൂടെ സാരി ഇടുന്ന അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് മടക്കുക, അല്ലാതെ പ്രസ് ചെയ്യൊന്നും ചെയ്യരുത്. അതല്ല എന്നുണ്ടെങ്കിൽ തലേന്ന് കൊടുക്കുന്നവർക്ക് നമ്മൾ കുറച്ച് ഡിസൈൻ ചെയ്ത് ഇവിടെയൊക്കെ ബോ കെട്ടിയിട്ടൊക്കെ വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ കുറച്ചുകൂടെ അതിൻ്റെ ഒന്ന് സ്റ്റൈലിഷ് ആക്കിയിട്ട് വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് മടക്കിയ രൂപത്തിലുണ്ടാവില്ല. അത് ഷോപ്പുകാർ റോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശ്രദ്ധിക്കുക, അത് ഒരിക്കലും അത് ബോക്സിലുണ്ടാവില്ല, അതിങ്ങനെ വടി പോലെ ഉണ്ടാവുക. എല്ലാ ബ്രൈഡും ഇതേപോലെ സാരി റോൾ ചെയ്യിക്കണം. റോൾ ചെയ്തെങ്കിലേ നമുക്കൊരൊറ്റ ഷീറ്റ് പോലെ സാരി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാലൊന്നും അവിടെ ആ ഫോൾഡിങ്ങിൻ്റെ മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമുക്ക് അത്രയും പെർഫെക്ഷനായിട്ട് ഉടുക്കാൻ പറ്റും. മാത്രമല്ല എപ്പോഴും സാരി നമ്മൾ ഫസ്റ്റ് ടൈം ഡ്രൈപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്റ്റിഫായിരിക്കും സാരി. ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിഫ്നെസ് പോയിട്ട് ഒന്ന് സാരി ഒതുങ്ങി കിട്ടും. കുറച്ചുകൂടെ നമുക്ക് ചില സാരികളൊക്കെ ഒതുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനത്തെ സാരിയൊക്കെ പ്രത്യേകിച്ചും റോൾ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത് ബ്രൈഡിന് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സാരി ഉടുക്കുന്ന എല്ലാവർക്കും സാരി നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ ഇതേപോലെ റോൾ ചെയ്ത് വെക്കുക. പിന്നെയും നമ്മൾ സാരി സെൽഫ് ഉടുക്കുന്നവരാണെങ്കിലും ഇതേപോലെ റോൾ ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിലും അവർക്ക് ഉടുക്കാൻ നല്ലതായിരിക്കും. കാരണം ഫസ്റ്റ് ടൈം കൊടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെത്താൻ ചെയ്താലും നല്ലതായിരിക്കും. ഓക്കെ.